ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആണ്. ക്ലാസ് 5 ചാപ്റ്റർ 5 സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 5 വരയ്ക്കാം വായിക്കാം എന്ന ചാപ്റ്റർ ആണ്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇതൊരു സ്കൂളിന്റെ ലേഔട്ട് ആണ്. സ്കൂളിലെ പിക്ചർ അവിടെ ഒന്നുമില്ല. താഴെ വന്നാൽ ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത് ഒരു വടക്ക് നോക്കി യന്ത്രം എന്തുവാണെന്നാണ്. വടക്ക് നോക്കി യന്ത്രം ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. വടക്ക് നോക്കി യന്ത്രത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. വടക്ക് നോക്കി യന്ത്രത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഭൂപടത്തിലെ ദിശകള്. ഇവിടെ ഇന്ത്യയുടെ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിന്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലതു ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതു ഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഭൂപടത്തിന്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലതു ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതു ഭാഗം കിഴക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഭൂപടത്തിലെ ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കണ്ട നോർത്ത്. ചുമർ ഭൂപടം ആയത് കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ ചുമർ ഭൂപടത്തിന്റെയാണ്. ഇവിടെ വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം ഉണ്ട് എന്നു കണ്ട കൊടുത്തിരിക്കുന്നത്. നോർത്ത്, വടക്ക് നോർത്ത് ആണെന്നുള്ളത്. ചുമർ ഭൂപടമാണ് ഇരിക്കുന്നത്. ചുമർ ഭൂപടം എന്ന് പറഞ്ഞാൽ ചുമരി തൂക്കിയിടുന്ന ഒരു തരം ഭൂപടമാണ് ചുമർ ഭൂപടം. താഴെ വന്നാല് സാധാരണയായി ഭൂപടങ്ങൾ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ. ഇത് N എന്ന് പറയുന്നത് നോർത്ത് വടക്ക്, S എന്ന് പറയുന്നത് സൗത്ത് തെക്ക്, E എന്ന് പറയുന്നത് ഈസ്റ്റ് കിഴക്ക്, W എന്ന് പറഞ്ഞ വെസ്റ്റ് പടിഞ്ഞാറ്. നോർത്തിങ്സിന്റെ സിമ്പിളാണ്. ചുമർ ഭൂപടത്തിൽ ഈ N എന്നുള്ള ഈ സിമ്പിൾ കാണും. ഈ ചുമർ ഭൂപടത്തിൽ ഈ സിമ്പിൾ കൊടുത്തിരിക്കും, മുകളിൽ കാണിച്ചിട്ടുണ്ട് നോർത്തിങ്സ് എന്നുള്ളത്. താഴെ വന്നാല് ഇവിടെയൊക്കെ സ്കൂൾ കുട്ടികൾക്ക് ഉള്ള ഒരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സ്കൂളിന്റെ സ്കെച്ചിന്റെ പിക്ചർ ആയത് ഓഡിറ്റോറിയത്തിന്റെയും ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെയും. ഇവിടെ ഒന്നും പഠിക്കാനില്ല. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാൻ താഴെയാണ് വരുന്നത്. ഗ്ലോബിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബിന്റെ ഇവിടെ തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ. ഇതാണ് ഭൂമധ്യരേഖ. ഈ ഡാർക്ക് ചെയ്തേക്കുന്ന റെഡ് ലൈൻ ഈ സെന്ററിൽ കൂടെ, ഈ ഗ്ലോബിന്റെ സെന്ററിൽ കൂടെ പോകുന്ന ഈ ഡാർക്ക് റെഡ് ലൈൻ ആണ് ഭൂമധ്യരേഖ. ഈ രേഖ ഗ്ലോബിനെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നത്. Aയും B എന്ന് പറഞ്ഞ രണ്ട് അർദ്ധഗോളങ്ങളായി ഗ്ലോബിനെ വിഭജിക്കുന്ന ഈ ഭൂമധ്യരേഖ. തന്നിരിക്കുന്ന ചിത്രത്തിൽ A എന്ന് രേഖപ്പെടുത്തിയത് വടക്കേ അർദ്ധഗോളവും B എന്ന് രേഖപ്പെടുത്തിയത് തെക്കേ അർദ്ധഗോളവുമാണ്. അതായത് ഈ A എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർദ്ധഗോളം എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളവും ഈ B എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തെക്കേ അർദ്ധഗോളത്തിന് പറയുന്നത് ദക്ഷിണാർദ്ധഗോളവും. അപ്പൊ ഭൂമധ്യരേഖ രണ്ടായിട്ട് വിഭജിച്ച് ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും രണ്ടായി വിഭജിക്കുന്നു. സെന്ററിൽ കൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നു. വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും ഇവിടെ ഉണ്ട്. അതുണ്ട് മുകളിൽ കൂടെ ഉണ്ട് ഹൊറിസോണ്ടലായിട്ട് വരച്ചിരിക്കുന്നത്. ഇതിന് അക്ഷാംശ രേഖകൾ എന്നാണ് പറയുന്നത്. ഈ വെർട്ടിക്കലായിട്ട് ഗ്ലോബിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും ഇവിടെയുണ്ട്. ഇവയാണ് അക്ഷാംശ രേഖകൾ. ഈ ഹൊറിസോണ്ടലായിട്ട് വരച്ചിരുന്ന അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. ഈ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന രേഖകളാണ് മുകളിൽ നിന്ന് താഴോട്ട് വെർട്ടിക്കലായിട്ട് വരച്ച രേഖാംശ രേഖകൾ. ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് ഈ അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പം ഗ്ലോബില് ഭൂമധ്യരേഖയും അക്ഷാംശരേഖയും രേഖാംശരേഖയുണ്ട്. ഈ അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിലെ ഒരു സ്ഥലത്തിന് സ്ഥാനനിർണ്ണയം നടത്തുന്നത്. താഴെ തന്നിരിക്കുന്ന ഗ്ലോബും ഭൂപടവും. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായി മാറും. അപ്പൊ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയ്ക്കാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ആ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായി മാറും. താഴെ ഗ്ലോബില് ലോക ഭൂപടം ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ ഗ്ലോബിൽ കൂടെ കൊടുത്തിരിക്കുന്നത്.
താഴെ കേരളത്തിന്റെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് 14 ജില്ലകളും. ഇത് കേരളം ഈ എ സൂചിപ്പിക്കുന്നത് തലക്കെട്ടിനെയാണ്. ഈ ഭൂപടത്തിന്റെ തലക്കെട്ടിനെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ തലക്കെട്ട് ഇട്ടിരിക്കുന്നത് കേരളം രാഷ്ട്രീയ ഭൂപടം തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് എ സൂചിപ്പിക്കുന്നത്. ഈ ഭൂപടത്തിൽ ബി സൂചിപ്പിക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിട്ടുണ്ട്. ഭൂപടത്തിൽ ബി സൂചിപ്പിക്കുന്നത് എ തലക്കെട്ട് കേരളം രാഷ്ട്രീയ ഭൂപടം എഴുതി തലക്കെട്ട് എ സൂചിപ്പിക്കുന്നു. തന്നിരിക്കുന്ന ഭൂപടത്തിൽ എ ബി സി എന്നിങ്ങനെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവ യഥാക്രമ ഭൂപടത്തിന്റെ തലക്കെട്ട്, ദിശ, സൂചിക എന്നിവയാണ്. ഒരു ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങളാണ് ഇവ. അപ്പോൾ ഒരു ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങളാണ് തലക്കെട്ട്, ദിശ, സൂചിക എന്നിവ. ഇവ ഉപയോഗപ്പെടുത്തിയാണ് ഭൂപടങ്ങൾ വായിക്കുന്നത്. ഭൂപടത്തിന് മുകൾ ഭാഗത്ത് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. മുകളിൽ തലക്കെട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിന്റെ ഭൂപടത്തിൽ കേരളം രാഷ്ട്രീയ ഭൂപടം എന്ന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് എ എന്ന്. ഭൂപടത്തിന്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. പിന്നെ ബി എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ദിശയാണ് സൂചിപ്പിക്കുന്നത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നിങ്ങനെ ദിശയെ സൂചിപ്പിക്കുന്നതാണ് ബി എന്ന് കൊടുത്തിരിക്കുന്നത് ഭൂപടത്തിൽ. സി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഭൂപടത്തില്? സൂചിക. ഡോട്ടഡ് ലൈൻ സംസ്ഥാന അതിർത്തി, ഡാർക്കൻ ബ്ലാക്ക് ലൈൻസ് ജില്ലാ അതിർത്തി, സ്റ്റാർ സൂചിപ്പിച്ചിരിക്കുന്ന തലസ്ഥാനം, ഡാർക്കൻ സർക്കിള് ജില്ലാ ആസ്ഥാനമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സി സൂചിക. അപ്പൊ ഭൂപടത്തെ തലക്കെട്ട്, ദിശ, സൂചിക എന്നിവ കാണണം. ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് തലക്കെട്ട്, ദിശ, സൂചിക എന്നിവ. ഇവിടെ താഴെ സൂചിക എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഡോട്ടഡ് ലൈൻസ് സംസ്ഥാന അതിർത്തി, സ്റ്റാർ തലസ്ഥാനം, ഡാർക്കൻ ലൈൻസ് ജില്ലാ അതിർത്തി, ഡാർക്കൻ സർക്കിൾ ജില്ലാ ആസ്ഥാനം, നദിയെ ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. തുറമുഖ ഒരു ഷിപ്പിന്റെ പിക്ചർ, ദേശീയപാതകള് ഡബിൾ റെഡ് ലൈന്, ഡാർക്കൻ ബബിൾ റെഡ് ലൈൻസ് ആണ് ദേശീയപാതകള്. വിമാനത്താവളം ഒരു സർക്കിൾ ഒരു ഫ്ലൈറ്റിന്റെ പിക്ചർ, റെയിൽപാതകള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ്, റെയിൽവേ പാതയുടെ അതേ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന പാതകള് ഡാർക്കൻ റെഡ് ലൈൻസ്. പിന്നെ താഴെ സൂചികൾ, ചിഹ്നങ്ങൾ റോഡിനെ സൂചിപ്പിച്ചത് മുകളിൽ തന്നിട്ടുണ്ടല്ലോ. റെയിൽവേ പാതകള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റെയിൽവേയുടെ പാതയുടെ അതേ പിക്ചർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭൂപടത്തിലും അതേ ചിഹ്നം കൊടുക്കുന്നത്. തുറമുഖത്തിന് അന്നൊരു ഷിപ്പിന്റെ പിക്ചർ കാണും. ഇനി ഇവിടെ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് കാർട്ടോഗ്രാഫി എന്താണെന്നാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഇത് PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നും പറയുന്നു. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. ഈ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇത് ഒത്തിരിയും തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം. അപ്പൊ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. പിന്നെ കേരളത്തിലെ തെക്കേറ്റത്തുള്ള ജില്ല, ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. തെക്കേറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം ജില്ല, വടക്കേറ്റത്തുള്ള ജില്ല കാസർഗോഡ് ജില്ല, രണ്ട് സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽവേ പാതയുടെ ദിശ വടക്ക് നിന്ന് തെക്കോട്ട്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കർണാടകം, തമിഴ്നാട് എന്നിവയാണ് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ. താഴെ തന്നിരിക്കുന്നത്. പിന്നെ ജില്ലകൾ കണ്ടെത്താന്ന് പറയുന്നത് അത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓരോ പഠന പ്രവർത്തനങ്ങളാണ്. താഴെ ഇവിടെ ഇന്ത്യയുടെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഭൂപടം ഇന്ത്യയുടെ രാജ്യതലസ്ഥാനം ഡൽഹി, സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശങ്ങള് ഈ സിമ്പലി കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി ഇതേണ്ട ഈ ലൈനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സംസ്ഥാന അതിർത്തിയില് ഈ ലൈന് അധികം ഡാർക്കൺ അല്ലാത്ത ബ്ലാക്ക് ലൈന് സംസ്ഥാന അതിർത്തി. ഡാർക്കൺ ഇച്ചിരി തിക്നെസ് ആയിട്ട് കൊടുത്തേക്ക് അന്താരാഷ്ട്ര അതിർത്തി. ഇവിടെ ദിശ സൂചിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇവിടാണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. ഇന്ത്യയുടെ ഭൂപടത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇവിടാണ് കിടക്കുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇവിടാണ് വരുന്നത്. വടക്ക് ഭാഗത്തായിട്ട്, ഇച്ചിരി പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. ചൈന ദേണ്ട് കിഴക്ക് ഭാഗത്തായിട്ട് ചൈന. ഏറ്റവും വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ഇപ്പോൾ ലഡാക്ക് എന്ന് പറയുന്നത്. ഏറ്റവും വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശാണ്. നേരത്തെ ജമ്മു കാശ്മീരായിരുന്നു. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്ക് വിഭജിച്ചല്ല കേന്ദ്രഭരണ പ്രദേശമാക്കി. ഇപ്പൊ ലഡാക്കാണ് കേന്ദ്രഭരണ പ്രദേശം. ഏറ്റവും വടക്കേറ്റത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശുമാണ്. ചൈന റൈറ്റ് സൈഡ് ഇവിടെ കിഴക്ക് ഭാഗത്തായിട്ട്. മ്യാൻമർ ഇവിടാണ് കിടക്കുന്നത്. ബംഗ്ലാദേശ്. ഇന്ത്യയുടെ അയൽ സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. ചൈന, ബംഗ്ലാദേശ്, മ്യാൻമർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇവിടെ അറബിക്കടൽ രണ്ട് പടിഞ്ഞാറ്, ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത്. ബംഗാൾ ഉൾക്കടല് കിഴക്ക് ഭാഗത്തും. ശ്രീലങ്ക ഏറ്റവും തെക്ക് ഭാഗത്ത്
ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ശ്രീലങ്ക അയൽ രാജ്യം ശ്രീലങ്ക. പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് ഭാഗത്ത്. തെക്കേയറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേയറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ ഭൂപടത്തെ എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്? ഇപ്പൊ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. ജമ്മു കാശ്മീരിനെയൊക്കെ വിഭജിച്ചതിന് ശേഷം മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ളത്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള, ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാള്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. താഴെ പിന്നെ ഉത്തർപ്രദേശിനെ പറ്റി, ഇവിടെ ഒന്നും ഇല്ല പഠിക്കാന്. ഉത്തർപ്രദേശിനെ പറ്റി പറഞ്ഞേക്കുന്നു. ഇത് എന്റെ സംസ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. ഉത്തർപ്രദേശ് സംസ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. ഉത്തർപ്രദേശിന്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാള്. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഉത്തർപ്രദേശ് പങ്കിടുന്നുണ്ട്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സ്റ്റേറ്റും ഉത്തർപ്രദേശാണ്. പിന്നെ ഉത്തർപ്രദേശിലെ നൃത്തകലയാണ് കഥക് എന്ന് പറയുന്നത്. പ്രധാന നഗരങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ കാൺപൂര്, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് മുതലായവയാണ് പ്രധാന നഗരങ്ങൾ. ഉത്തർപ്രദേശിലെ പ്രധാന നഗരം കാൺപൂര്, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് എവിടാണുള്ളത്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് അശോക സ്തംഭത്തിലൂടെ പ്രശസ്തമായ സാരനാഥ്. ശ്രദ്ധേയമായ സാരനാഥ് ഉത്തർപ്രദേശിലാണ്. അപ്പൊ ഉത്തർപ്രദേശാണ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്. ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ നൃത്തകലയാണ് കഥക് എന്ന് പറയുന്നത്. പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? കാൺപൂര്, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് എന്നിവയാണ്. പിന്നെ സാരനാഥ് സ്ഥിതി ചെയ്യുന്നത്, അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ ഈ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. അതിർത്തിയിൽ ഒരു രാജ്യമാണ് ഉള്ളത്, അത് നേപ്പാൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി പങ്കിടുന്ന സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇത്രയും ഉത്തർപ്രദേശിനെ പറ്റി അറിയിരിക്കണം. PSC ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പഞ്ചസാരക്കണ്ണം എന്നറിയപ്പെടുന്ന കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ്, പിന്നെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്നു. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പോർച്ചുഗീസ് സഞ്ചാരി വാസ്കോഡ ഗാമയുടെ പിക്ചർ അവിടെ കൊടുത്തേക്കുന്നത്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് നാല് പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലന്തി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പൊ വാസ്കോഡ ഗാമയെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തു നിന്നായിരുന്നു വാസ്കോഡ ഗാമ യാത്ര തുടങ്ങിയത്. 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ടാണ് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചത്. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. അപ്പൊ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലന്തി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. അപ്പം വാസ്കോഡ ഗാമ കാപ്പാട് തീരത്ത് എത്തി എന്നാന്ന് ചോദിച്ചാൽ 1498 മെയ് 20-നാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. 1498 മെയ് 20 ഓർത്ത് വെച്ചേക്കണം. മലന്തി തുറമുഖത്തെത്തി. ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലന്തി തുറമുഖത്തെത്തി. വാസ്കോഡ ഗാമയുടെ സമുദ്ര സഞ്ചാരപാതയായി ഇവിടെ കൊടുത്തേക്കുന്ന ഭൂപടത്തില് ഇവിടെ.
ഇവിടെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണെന്ന്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ. ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. താഴെ ഭൂഖണ്ഡങ്ങളുടെ പേരും അതിന്റെ പിക്ചറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക എന്നീ 7 ഭൂഖണ്ഡങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഭൂപടത്തില് താഴെ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തേക്കുക. ഭൂപട അറ്റ്ലസ് എന്നിവയുടെ സഹായത്തോടെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാന്ന് പറഞ്ഞേക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന്, ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് കാണുന്ന ഭൂഖണ്ഡം ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം. ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിഞ്ഞ് പേര് നൽകാന്ന് ഇവിടെ ഒരു ചാർട്ട്. ഇവിടെ താഴെ ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റു അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നുപോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഭൂപട വായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു. ഇത് ഭൂപടങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണ നിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി മറ്റു അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നു. അവിടെ പറഞ്ഞേക്കുന്നത്. ഇനി താഴെ തുടർ പ്രവർത്തനങ്ങളാണ്. തുടർ പ്രവർത്തനങ്ങൾ ഇവിടെ തീർന്നു, ചാപ്റ്റർ തീർന്നു. കേരളം ഭൂപട വായന പ്രശ്നത്തിൽ ഇത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നദികളും തുറമുഖങ്ങളും തടാകങ്ങളും വിമാനത്താവളങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ആഘോഷങ്ങളും ഇവിടെയൊക്കെ പറഞ്ഞേക്കുന്നത്. ചാപ്റ്റർ 5 ഇത്രയേ ഉള്ളൂ. ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിലെയാണിത്. പഴയ ഓൾഡ് SCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാവരും പഠിച്ചിട്ടിരിക്കുമായിരിക്കും. പക്ഷെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കും വായിച്ചിട്ട് തന്നെ പോകണം. ഇനിയുള്ള PSC എക്സാമിന് ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും തീർച്ചയായിട്ടും ചോദിക്കും. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് ഇത് റിവൈസ് ചെയ്ത് വായിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, കാർട്ടോഗ്രാഫി ഭൂപടങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ പറഞ്ഞേക്കുന്നത്, എന്നാലും ഒന്ന് വായിച്ചിരിക്കണം. വാസ്കോ ഡ ഗാമ എത്തിയത് 1898 മെയ് 20. അതുപോലെ കാർട്ടോഗ്രാഫി എന്തുവാണെന്നും പിന്നെ സമുദ്രങ്ങളും പിന്നെ ഭൂഖണ്ഡങ്ങളുടെയൊക്കെ പിക്ചറും ഇതൊക്കെ എവിടാണെന്നും എവിടൊക്കെ എത്തത്തുള്ള ജില്ല, പിന്നെ ഭൂപടത്തിന്റെ പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ ഏറ്റവും വടക്കേറ്റത്തുള്ള സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ്, അറബിക്കടൽ പടിഞ്ഞാറ്, അതൊക്കെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങള് ഏതൊക്കെയാണെന്നും അയൽ സംസ്ഥാനങ്ങള് ഏതൊക്കെയാണെന്നും ഒക്കെ ഇതിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. കാർട്ടോഗ്രാഫി എന്തുവാണെന്നും പിന്നെ ഭൂപടത്തിൽ ഓരോന്ന് സൂചിപ്പിച്ചേക്കുന്ന ഏതൊക്കെ ലൈൻസ് ആണെന്ന്, സംസ്ഥാന അതിർത്തിയും ജില്ലാ ആസ്ഥാനവും തുറമുഖവും വിമാനത്താവളവും ഒക്കെ. നോർത്തിങ്സ് പിന്നെ ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ. തലക്കെട്ടും ദിശ സൂചികയാണ് ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ. ഇവിടെ കേരളത്തിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോബ് എന്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്ലോബ് ഭൂപടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായി മാറും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ജസ്റ്റ് 5th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.